ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്സഡ് ആർ ദോസ് ഹൂ മോൺ. ബിയാറ്റിറ്റ്യൂഡിൻ്റെ രണ്ടാമത്തെ പോയിൻ്റാണ്. ആദ്യത്തെ പോയിൻ്റ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ള. ദരിദ്ര സ്പിരിറ്റ് എന്ന് പറയുമ്പം ദ വേ അപ്പ് ഈസ് ദ വേ ഡൗൺ. അതായത് എത്രമാത്രം നമ്മൾ താഴുന്നോ അത്രമാത്രം ഉയർത്തും. ഗോവേണി എത്ര വചനം നമ്മൾ പഠിച്ചാലും ഗോവേണിയുടെ അടിയിലത്തെ സ്റ്റെപ്പ് ഭൂമിയിൽ ഉറപ്പിച്ച് വെക്കണം, എന്നാലേ അത് നേരെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ആർക്കും പ്രയോജനമില്ല. നമ്മൾ ചുമ്മാ അഹങ്കാരം പിടിക്കുന്നുണ്ട്. ഈ ആത്മീയ അഹങ്കാരം വലിയൊരു പ്രശ്നമാണേ, അത് ശ്രദ്ധിക്കണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് അഴിച്ചു മാറ്റണം. അപ്പം ബ്രോക്കൺനെസ് ഇസ് ദ പ്ലേസ് ഓഫ് പോവർട്ടി ഓഫ് സ്പിരിറ്റ്. ഗ്രീക്ക് വേർഡ് ഈസ് ടോക്കസ് എന്നാണ്. PTOCHES. ടോക്കസ് മീൻസ് ടു കവർ ക്രിഞ്ച് ലൈക്ക് എ ബഗർ. അതായത് ഇങ്ങനെ കമന്നിങ്ങനെ ബഗേഴ്സ് ഇരിക്കുന്ന പോലെ, തണുക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഈ കുളിക്കൂടിനകത്ത് ഇരിക്കുന്ന പോലെ. നമ്മൾ ഓർക്കണേ, അത് നമ്മുടെ ഔട്ടർസിൽ നമുക്ക് സഹായം ഇല്ലാത്തപ്പം ഈ ഗർഭപാത്രത്തിൽ പിള്ളേർ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഹോംലെസ് പീപ്പിളൊക്കെ പലപ്പോഴും ഇരിക്കുമ്പോൾ അവർ അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ആത്മാവ് ആ ലെവലിലാണോ എന്ന് ചിന്തിക്കണം. പണം കാണും, മറ്റുള്ളവർ മുമ്പിൽ പ്രശംസയൊക്കെ കാണും, പക്ഷേ അതിൻ്റെ അന്തരാത്മാവ് ഇങ്ങനെയാണോ ഇരിക്കുന്നത്? പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പം കാണുന്നത് പലരുടെയും അന്തരാത്മാവ്, പരിശുദ്ധ പ്രാവ് അകത്തുണ്ട്. പരിശുദ്ധ പ്രാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലായിരിക്കും. ഈ പ്രാവ് ഇങ്ങനെ ഒടിഞ്ഞു കുത്തിയിരിക്കും. കാരണം നമ്മൾ ഒരു തരത്തിൽ പ്രാവിനെ പറക്കാൻ അനുവദിക്കത്തില്ല. നമ്മൾ രണ്ടുപേരൊന്നിച്ച് വർത്തമാനം പറയുക. ഒരാൾ ഒത്തിരി ദേഷ്യപ്പെടുന്ന ആളാണ്, മറ്റേ ആൾ മിണ്ടാതിരിക്കുന്ന ആളാണ്. അപ്പം ഒരാളങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ട് അപ്പന്മാർ അമ്മമാർ ചില വീട്ടുകളിലൊക്കെ മക്കളെ അടിക്കും. അത് കാണുമ്പോൾ എനിക്ക് എന്തൊരു രോഷമാണ് ഉണ്ടാകുന്നതെന്ന് സത്യത്തിൽ. അപ്പൻ മക്കളെ അടിക്കുന്ന ഉടനെ അമ്മമാർ മാറി നിൽക്കും പേടിച്ചിട്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിങ്ങനെ കമന്നങ്ങനെ ഇരിക്കും, കാരണം അവർക്ക് പേടിയാണ്. പിന്നെ എന്ത് ചെയ്യാൻ? എന്നാൽ ഈ അമ്മ അതിനുള്ള ധൈര്യമായിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാനുള്ള കൃപയില്ല. കാരണം ഈ സത്യങ്ങളൊന്നും അവരെ പഠിപ്പിച്ചിട്ടില്ല. അവർ അടിമത്വം പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ അടിമത്വത്തിനല്ല ദൈവം സ്വർഗത്തിൽ ഭൂമിയിലേക്ക് വന്നത്. ഹി കെയിം ടു സെറ്റ് us ഫ്രീ ഇൻ ടു ദ ഗ്രീൻ പാസ്റ്റേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് സ്വതന്ത്രരാക്കാനാണ്. ആരിത് പറഞ്ഞു തരും? ഒന്നാമത് ആർക്കും അറിഞ്ഞും കൂടെ. ഇത് അറിയണമെങ്കിൽ അവൻ്റെ അടുക്കലിരിക്കണം. ഞാൻ പറയുന്നത് പോലെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുകയാണ്. അതായത് ചെറിയ ആടുകൾ കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന പച്ചപ്പുല്ല് രാവിലെ തോറും കഴിച്ച് കഴിയുമ്പോൾ അവർ സന്തോഷമായിട്ട് ഓടിപ്പോകും. പക്ഷേ ഈ ഭാരം ചുമക്കുന്നവരല്ലേ യേശുവിൽ ദൈവത്തെ അറിയാം, പക്ഷെ ദൂരെ എങ്ങാണ്ട് ദൈവം പറയുന്നത് കേൾക്കുന്നില്ല, പലപ്പോഴും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥ എന്ന് പറയുന്നത് എനിക്കിതുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇത്രയും നാളും ചെയ്തത്. ആത്മാവിൽ നീ ദരിദ്രനാണ് എങ്കിൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ വരും. ദൈവത്തിൻ്റെ അടുക്കൽ നീ വരുന്നു എങ്കിൽ നിന്നെ സമൃദ്ധനാക്കാനും ഭാഗ്യവാനാക്കാനും സന്തോഷിപ്പിക്കാനും നിൻ്റെ ആവശ്യങ്ങൾ ചെയ്തെടുക്കാനും പരിശുദ്ധാത്മാവ് ചെയ്തു തരും. 5, 6, 7 അധ്യായത്തിനകത്ത് ദൈവം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ദൈവം എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നതെല്ലാം വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് നോക്കണം. സെർമൺ ഓൺ ദ മൗണ്ട് എടുത്ത് എല്ലാവരും വായിക്കുന്നത് നല്ലതാണ്. ഈ ദിവസങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് തന്നെയാണല്ലോ ദൈവം പറയിപ്പിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോഴേ എന്താണ് ദുഃഖമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്തിനെക്കുറിച്ചുള്ള ദുഃഖമാണ്? പലതരത്തിലുള്ള ദുഃഖങ്ങൾ മനുഷ്യനുണ്ട്. ഇവരെ ദുഃഖം എന്ന് പറയുമ്പം പണമില്ലേ നമ്മൾ ദുഃഖിക്കും, മക്കൾക്ക് പഠിക്കാൻ സൗകര്യമില്ലേ, പഠിക്കാൻ കഴിവില്ലേ നമ്മൾ ദുഃഖിക്കും, ഒരാൾ മരിച്ചാൽ നമ്മൾ ദുഃഖിക്കും. ദുഃഖിക്കാൻ പലതും ലോകത്തിൻ്റെ കൂട്ടത്തിലെല്ലാം ദുഃഖങ്ങളാണ്. നമ്മൾ പറയും ഈ ലോക ജീവിതമേ ദുഃഖമാണെന്ന് പറയും. പക്ഷെ അതല്ല ഞാനിവിടെ പറയുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരു വാക്യം എടുക്കുകയാണ്, സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഉണ്ടോ? അതായത് നമ്മുടെ ഹൃദയം പുറമേയുള്ള വേദനകളല്ല, അതിൻ്റെ ഉള്ളിൽ ആരോടും പറയാൻ വയ്യാത്ത സ്റ്റേജിൽ, അത് പലപ്പോഴും പണമില്ലാത്തതുകൊണ്ടും പഠിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടും അല്ല നമ്മുടെ സാഹചര്യം. പക്ഷെ അതിൽ കൂടുതലായിട്ട് ആത്മീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സഹായവും ഇല്ലാത്തപ്പോൾ നമ്മുടെ ഹൃദയം അങ്ങോട്ട് വേദനിക്കും. നമുക്ക് എങ്ങോട്ടും. അപ്പോഴാണ് നമ്മൾക്ക് അതാണ് ഒരു സ്ത്രീ എന്നെ രാത്രി വിളിച്ചപ്പോൾ ഞാൻ എന്തിനാ ഇത്രയും രാത്രി വിളിച്ചെങ്കിലും ഞാൻ 2 വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്ത് കുട്ടി, ബലപ്പെടു കുട്ടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കൊച്ചിന് ബലം വന്നു. കാരണം നമ്മൾ ആത്മാവിൻ്റെ ശക്തി, ഹൃദയം എന്താണ് ചെയ്യേണ്ടത്, അതായത് ആ വേവലാതി പിടിക്കുന്ന സമയത്ത് ഒരമ്മ 2 കൊച്ചുങ്ങളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിൽ ചെന്നിട്ട് മരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. നമ്മൾ ഓർക്കണം,
ഏതെങ്കിലും ഒരു ദൂത് അതിൻ്റെ ചെവിക്കകത്ത് ആത്മാവിൽ ചെന്ന് കൊണ്ടിരുന്നെങ്കിൽ അത് ചെയ്യേണ്ടി വരത്തില്ല. എന്തുകൊണ്ട് ഹൃദയം കഠിനമാകുന്നു അല്ലെങ്കിൽ നിരാശയിൽ പോകുന്നത്? ഹൃദയം നിനക്ക് സ്വസ്ഥത തരാത്തവണ്ണം നിരാശയിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പം ഒരാളൊന്ന് പറഞ്ഞാൽ അത് മാറിയാനും, പക്ഷെ പറയാൻ തക്കവണ്ണം സാഹചര്യം ഉണ്ടായില്ല. എന്തോ നമുക്ക് വിധിക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് വചനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നിന്റെ മനസ്സ് തകർന്നിരിക്കുന്ന അറിഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന് സഹായിക്കും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യം, അവയെല്ലാത്തിൽ നിന്നും അവൻ വിടുവിക്കും. നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇപ്പം നമ്മളൊരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിന് തന്നെ ഈ ഒരു വാക്യം പല പ്രാവശ്യം യേശു പറഞ്ഞു കാണും. നിൻ്റെ പ്രശ്നത്തിന് ഞാൻ ഉത്തരം തരും. പക്ഷെ കേൾക്കാൻ വയ്യാത്തവണ്ണം ഇമോഷണൽ അപ്ഹയിലാകുമ്പം ഒരാൾ വന്നിട്ട് നിർത്ത്, ദൈവം പറയുന്നത് കേൾക്ക്, ഇതൊരു സാഹചര്യത്തിന് ഒരു ഉത്തരമുണ്ട് ദൈവത്തിൽ എന്ന് പറയുമ്പോൾ അത് അഴിയാനേ ഉള്ളൂ. പലപ്പോഴും പണം കൊടുത്തിട്ടല്ല, അല്ലാതെ തന്നെ ഒരു ആധികാരികമായിട്ട് ഇത് ദൈവത്തെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ വരികയാണ്. എത്ര പേർക്കത് മനസ്സിലാകുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. സങ്കീർത്തനം 51 ഇതുപോലെ തന്നെ ഹൃദയത്തെ, അത് വരുന്നതിൻ്റെ പണത്തിൻ്റെ പ്രശ്നമോ ഇതൊന്നുമല്ല. ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൃദയം വേദനിച്ചെന്ന് പറയുന്നു. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയം, അതായത് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. എന്താണ് പറയുന്നത്? പാപം ചെയ്തു കഴിഞ്ഞപ്പം പാപത്തിൻ്റെ ആഴം എന്തെന്ന് നാഥാൻ പ്രവാചകൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പാപത്തെക്കുറിച്ചുള്ള അനുതാപത്തിൻ്റെ വേദനയാണ്. അതാണ് ദുഃഖം. ദുഃഖം പലതരത്തിലുണ്ട്. എന്നാൽ ആത്മീയ ആവശ്യങ്ങളുടെ മുമ്പിലും ദുഃഖമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ ദുഃഖങ്ങളെല്ലാം ശരിയായിട്ട് നമ്മൾ ആത്മീയ തലത്തിൽ, അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വചനം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ചിന്തകൾ മൈൻഡിൽ അല്ലെങ്കിൽ മനസ്സിൽ വരുന്നതിനെ ചിന്താമണ്ഡലമാകുന്ന ബ്രെയിനിൽ നിന്നും ഹാർട്ടിലേക്ക് കൊണ്ടുവരണം. സൊള്ളി ദിസ് മച്ച് ഡിസ്റ്റൻസ്, ഒരടി ഉണ്ടോ, 1.5 അടി കാണുമായിരിക്കും, ഒരടിയേ ഉള്ളൂ. യു ക്യാൻ ബ്രിങ് ഇറ്റ് ഡൗൺ. ഇവിടെയാണ് ഹൃദയത്തിലാണ് വചനവും കമ്പാഷനും ദൈവത്തിൻ്റെ പ്രവർത്തനവും നടക്കുന്നത്. ആ ഉള്ളിലേക്ക് കൊണ്ടുവരാതെ ഓൺ ദ സ്പെർ ഓഫ് ദ മൊമെൻ്റ് എടുത്ത് ചാടുന്നത് റിയാക്റ്റീവ് ആൻഡ് പ്രൊആക്റ്റീവ് എന്ന്. അതായത് എടുത്ത് ചാടി കയ്യിൽ ആളാണെങ്കിൽ അല്ലെങ്കിൽ വെട്ടോത്തിയാണ് അത് വെച്ച് വെട്ടുക, അല്ലെങ്കിൽ നമ്മൾ കുഴിയിൽ വെള്ളത്തിനകത്തോട്ട് ചാടി മരിക്കുക. ഇതൊക്കെ വരുന്നതൊന്നും പരിശുദ്ധാത്മാവിൻ്റേതല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഈ വചനങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങി ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഈ വചനം? കർത്താവ് അതിനാണ് കടന്നു വന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത് ഈ 2 കൊരിന്ത്യർ 7:10 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഈ ദുഃഖിക്കുന്നവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട് ആത്മാവിൽ. ദൈവം ഈ ഗിരിപ്രഭാഷണം തുടങ്ങിയപ്പം ഒരു വേദപുസ്തകം മുഴുവനും കവർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിക്കുകയാണ്. 2 കൊരിന്ത്യർ 7:10 ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 തരത്തിലുള്ള അനുതാപമാണ്, ഞാൻ വായിക്കാം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം ഉള്ള മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. മലയാളത്തിൽ ഇച്ചിരി തെറ്റാണ്, ഇംഗ്ലീഷിലാണ് കറക്റ്റായിട്ട് ഇരിക്കുന്നത്. അനുതാപമുള്ള എന്നാണ് ഞാൻ അങ്ങനെ കറക്റ്റ് ചെയ്ത് തന്നെയാണ് വായിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, 2 തരത്തിലുള്ള ദുഃഖമുണ്ട്. ഒന്ന് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, പിന്നെ ലോകപ്രകാരമുള്ള ദുഃഖം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം ഉണ്ടാക്കിയിട്ട് മാനസാന്തരം കൊണ്ടുവന്നിട്ട് രക്ഷയ്ക്കുളവാക്കുന്നു. എന്നാൽ ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തിനെ ഉളവാക്കുന്നു. അതാണ് ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം. എത്ര ഉത്സാഹം, എത്ര പ്രതിപാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ നിർമ്മലന്മാരെന്ന് എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പം ദൈവഹിതപ്രകാരമാണ് എന്നിൽ ദുഃഖം വരുന്നത് എങ്കിൽ അത് മാനസാന്തരത്തിലേക്ക് ലീഡ് ചെയ്യുക തന്നെയല്ല, മനസ്സിന് രൂപാന്തരം ഉണ്ടായിട്ട് നന്മയിലേക്ക് മാറ്റും. അതല്ല ലോകപ്രകാരമായ ദുഃഖം. ശരിയാ, കടബാധ്യ വന്നു, ബിസിനസ്, എല്ലാവർക്കും ബിസിനസ് എങ്ങനെയും ജീവിക്കണ്ടേ. ബിസിനസ് ചെയ്ത് പണം വാങ്ങിച്ചു, പണം കടമായി കൊടുക്കാനൊക്കത്തില്ല, വലിയ എമൗണ്ട്, അതിന് സൂയിസൈഡ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ചാടുക. അപ്പം നമ്മൾ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ ആ വലിയ ആശ്വാസകരമായ കൈ അനുഭവിച്ചിട്ടില്ല. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പേ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ലോകപ്രകാരമായ ദുഃഖം വരുമ്പോൾ ആത്മഹത്യ ചെയ്യും,
പിന്നെ വേറെ ആളെ വെട്ടിക്കൊല്ലും, കുടുംബജീവിതം ഡിവോഴ്സാകും, കാരണം വേറെ കിട്ടുമെന്ന് പറഞ്ഞ് പോവുകയല്ലേ. ഈ പെട്ടെന്നുള്ള ആക്ഷൻസിലാണ് ഇതെല്ലാം വരുന്നത്. ഈ പെട്ടെന്നുള്ളതിന് റിയാക്റ്റീവ് ആൻഡ് പ്രോ ആക്റ്റീവ് എന്ന് പറയും. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതാണ് എടുത്തു ചാടുന്നവർ. എന്നിട്ട് ഈ പല ഭർത്താക്കന്മാരും വെട്ടിയും കൊല്ലുകയും കഴിഞ്ഞു പറയും ഞാൻ അന്നേരം അത് ഉദ്ദേശിച്ചു. കാരണം ദേ ഡോണ്ട് മീൻ ഇറ്റ്. പറയുന്നത് അവർ മീൻ ചെയ്യുന്നില്ല. ബിക്കോസ് ദാറ്റ് ടൈം ഈസ് ഗവേൺഡ് ബൈ എ റോങ് സ്പിരിറ്റ്. എന്നാൽ ആത്മാർത്ഥതയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളവനെ ദൈവ ആ സാഹചര്യത്തിൽ നിന്ന് പോലും മാറ്റും. എന്നിട്ട് മാനസാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റും. അപ്പോൾ ഈ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നെന്ന് പറയുന്നത് എങ്ങനെയുള്ള ദുഃഖത്തിലേക്കാണ്? അതായത് എൻ്റെ പാപത്തെക്കുറിച്ചും എൻ്റെ അവസ്ഥയെക്കുറിച്ചും അനുതപിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ഹൃദയം നുറുങ്ങി നീ കരയുന്നു എങ്കിൽ ദൈവം പറയുന്നു ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകുന്നു. സംശയമില്ല. അതല്ലേ പറയുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന്. ഇത് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്തവരൊന്നും വലിയ പണക്കാരും പിന്നെ നിയമം അറിയുന്നവരും ഒന്നും അല്ലായിരുന്നെന്ന്. സാധാരണയിൽപ്പെട്ട സാധാരണ ആളുകളെയാണ് ദൈവം ഇന്നും കാണുന്നത്, അന്നും കണ്ടത്. പറയുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യം, അവർക്ക് ആശ്വാസം. എന്താശ്വാസം? ഇപ്പം ഞാനൊരു വിഷയവുമായിട്ട് യേശുവിൻ്റെ മുമ്പിൽ സ്വർഗാദി സ്വർഗത്തിൻ്റെ ഉടമസ്ഥനും ഭൂമിയുടെ ഉടമസ്ഥനും സകല കാര്യങ്ങളും ആരെവിടെ എന്ന് ചോദിക്കുമ്പോൾ 7000 ദൂതഗണങ്ങൾ ഒന്നിച്ചു വന്ന് സഹായിക്കാൻ കഴിവുള്ളവനും വന്ന് പറയുമ്പോൾ അവനാണ് എൻ്റെ വിഷയം ഏറ്റെടുത്തതെന്ന് എത്ര അമ്മമാർക്ക് പറയാനറിയാം, എത്ര മക്കൾക്ക് പറയാനറിയാം, എത്ര ധൈര്യമായിട്ട് നമുക്ക്. കർത്താവ് ചുമ്മാതെ പറയും ഇത് സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ ചെയ്യാവുന്ന സഹായം ചെയ്യണം, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഫണ്ടമെൻ്റലി ഈ കാതലായ ബേസിക് റൂട്ട് ഈ സെർമൺ ഓൺ ദ മൗണ്ട് വായിപ്പിച്ച് പഠിപ്പിക്കണം. 5, 6, 7 അധ്യായം എടുത്ത് പഠിപ്പിച്ചിട്ട് മക്കളെ ഇതിനുമായിട്ട് ടാലി ചെയ്യാൻ ഒരു ഉടമ്പടി എടുത്ത് വരിക എന്ന് പറയണം. അല്ല അവർ മനസ്സിലാക്കുന്നെങ്കിൽ വായിച്ച് നമ്മൾ ആത്മാവിൽ അയക്കുക, അവരുടെ മേൽ ചെന്ന് വീഴും, പ്രാർത്ഥിക്കാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ അവർക്ക് സ്വർഗരാജ്, അവർക്ക് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ദുഃഖം കണ്ടിട്ട് നാളെ വരാനെന്ന് പറഞ്ഞു വിടുന്ന ഒരു ദൈവമല്ല. എന്ത് കണ്ടാണ് മനുഷ്യർ സൂയിസൈഡ് ചെയ്യാനും ദൈവത്തിന് വിപരീതമായിട്ട് ദൈവം കൊടുക്കുന്ന ആശ്വാസത്തെ കാണാതെ പോകുന്നത്? വചനം ആഴത്തിലേക്ക് ചെല്ലാതെ, അത് പ്രവർത്തിക്കാതെ, ഒരൊറ്റ വിത്തെങ്കിലും അത് പടുക്കെളുത്ത് പടുവൃക്ഷമായിട്ടല്ല വലിയ വൃക്ഷമായിട്ട് ജീവവൃക്ഷമായിട്ട് നിർന്നിരുന്നെങ്കിൽ കർത്താവെ അതേന്നൊരു ഫലം കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നു. പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു വാക്കുകൊണ്ട് ഒരു പുതിയ വിത്ത് ഇട്ടിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കും. സഹായിക്കേണ്ടിയപ്പോൾ സഹായിക്കുകയും വേണം. അതൊക്കെ ദൈവത്തിൻ്റെ നീതി അനുസരിച്ച്. കർത്താവ് ഒരു കൈ നീട്ടുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം, അങ്ങനെയല്ലേ ദിനകരനൊക്കെ കർത്താവ് തൻ്റെ തല റെയിൽവേ ട്രാക്കിൽ വെച്ച് മരിക്കാൻ പോകുന്ന സമയത്ത് ദൈവശബ്ദം കേട്ടു. അങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി മാറി തിരിച്ചത്. അങ്ങനെ എത്രയോ വിശുദ്ധന്മാർ ദൈവശബ്ദം അവരുടെ ലോക ജീവിതത്തിൽ നടക്കുമ്പം കേട്ടിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്ന് അവർക്കൊരു ആത്മീകമായ ഒരു ദാഹവും ഒരു ദുഃഖവും ഇട്ടുകൊടുത്തു. ഹൃദയത്തിൻ്റെ നുറുക്കം, ഹൃദയവേദന ആർക്ക് അളന്നു കഴിയാൻ സാധിക്കുക? പക്ഷേ നിസ്സഹായ അവസ്ഥ വരുമ്പം ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് 10 പ്രാവശ്യം വാഗൊണ്ട് പറയുമ്പോൾ യേശു അവരുടെ മുമ്പിൽ വന്ന് നിൽക്കും. പിന്നെ ഈ അനർത്ഥം ചെയ്യിപ്പിക്കത്തില്ല. അതൊക്കെ പഠിപ്പിക്കാനും പഠിക്കാനും കേൾക്കാനും ആളുകളില്ലാതെ പോകുന്നു. ദൈവത്തിൻ്റെ സത്യവചനം പറയുന്ന വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ അത് നടക്കും. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് മനുഷ്യൻ്റെ മേലിൽ തല കയറിയിരിക്കുക. എന്നാലും ദൈവത്തിൻ്റെ വചനം അതിന് ഉപരിയായിട്ട് പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് അതിന്മേൽ സീലിടുക. പക്ഷേ കർത്താവിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ജനമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ സ്വീഡിഷ് ഗവൺമെൻറ് ചെയ്തതുപോലെ ആവശ്യമില്ലാത്തതായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മൊബൈലും ഒക്കെ സ്കൂളുകളിൽ നിന്ന് മാറ്റട്ടെ. പക്ഷേ നേരെ ചൊവ്വേ ദൈവത്തിൻ്റെ പ്രകൃതിയോട് ചേർന്ന് നിന്ന് കൂടുതൽ ദൈവസ്നേഹത്തിലും വിനയത്തിലും ദൈവാത്മാവിൽ ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കട്ടെ. പക്ഷേ നാഥ ഞങ്ങളുടെ ആത്മാവിനെ ഹനിക്കുന്ന ഒന്നും ചെയ്യാൻ ഞങ്ങളെ ഇടയാക്കരുത്. കർത്താവിൽ പരിപോഷിപ്പിക്കുന്ന വചനം ഞങ്ങൾക്ക് തന്നിട്ട് ഈ ആത്മീയ വർധനയ്ക്കുള്ള ഭക്ഷണം കഴിക്കാതെ 4 നേരം ഭക്ഷണം കൊടുത്ത് വീർത്ത് വണ്ണം വെപ്പിച്ച് അസുഖം വരുത്തുന്നതിന് പകരം നാഥ നിൻ്റെ അടുക്കൽ വന്ന് പഠിക്കാൻ ഉള്ള കൃപ ഞങ്ങളുടെ തലമുറകൾക്ക് തരണം.
കർത്താവെ ഇച്ഛ ഇട്ട് കൊടുക്കണമേ, പ്രവർത്തിക്കണമേ കർത്താവെ. അങ്ങനെയുള്ള കൂടാരത്തിനകത്തോട്ട് അവരെ കൊണ്ടുവന്ന് മോശയെ വിളിച്ച് പഠിപ്പിച്ചതുപോലെ, ദാനിയേലിനെ പഠിപ്പിച്ച പോലെ, സമൂവേലിനെ പഠിപ്പിച്ച പോലെ, പുതിയ നിയമത്തിൽ അപ്പച്ചന് ഗിരിപ്രഭാഷണം ചെയ്തത് ശിഷ്യന്മാർക്കും കേൾക്കുന്ന ആളുകൾക്കുമാണെങ്കിൽ അതിന്ന് ഞങ്ങൾക്ക് പ്രയോജനമാക്കി തരുന്നതിന് നന്ദി. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.